ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു നേഴ്സാണ്. ഇപ്പോൾ കറൻ്റ്ലി ന്യൂസിലാൻഡിൽ ക്യാപ് കോഴ്സ് കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ കിട്ടി ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കറൻറ്റ് ക്യാപ് ആറൻസിൻ്റെ, അതായത് ക്യാപ്പ് കഴിഞ്ഞ സ്റ്റുഡൻസിൻ്റെ ഒരു കറൻ്റ്ലി ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ, അതായത് എന്നെപ്പോലെ തന്നെ എൻ്റെ വേറെ കുറേ നമുക്കറിയുന്ന വേറെ കുറേ ഫ്രണ്ട്സും ഉണ്ട്. അവരുടെയൊക്കെ ഒരു സിറ്റുവേഷൻ, അതുപോലെ തന്നെ ഇവിടുത്തെ ഇപ്പോഴത്തെ ജോലി സാധ്യതകൾ, അതെല്ലാം ഞാൻ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇവിടെ വന്നത് ഏപ്രിൽ മാസമാണ്. ഏപ്രിലിൽ വന്നു. എനിക്ക് അഡ്മിഷൻ കിട്ടിയത് ലോൺസ്ഡെയിൽ എഡ്യൂക്കേഷൻ സെൻറ്റർ എന്ന കോളേജിലായിരുന്നു. അപ്പോൾ അവരുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് തിയറി പാർട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു. ദെൻ 1 മന്ത് ന്യൂസിലൻഡിൽ പ്ലേസ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതെനിക്കൊരു ഏജ്ഡ് കെയർ ഹോമിലായിരുന്നു പ്ലേസ്മെൻറ്റ്. അത് 1 മന്ത് കൊണ്ട് ഫിനിഷായി. അപ്പം ദെൻ ഞാൻ ഇവിടെ വന്നത് വിസിറ്റർ വിസ വഴിയാണ്. അതായത് നമുക്കത് 1 ഇയർ വിസയാണ്. ആ വിസയിൽ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര തവണ വേണമെങ്കിലും നമുക്ക് ന്യൂസിലൻഡിലേക്ക് റീ എൻട്രി ചെയ്യാം. ബട്ട് മൾട്ടിപ്പിൾ എൻട്രീസ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ വിസ വെച്ച് നമുക്ക് ന്യൂസിലാൻഡിൽ 6 മാസമേ നിൽക്കാൻ പറ്റുള്ളൂ. 6 മാസം കഴിയുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. നമ്മൾക്കങ്ങനെ നാട്ടിൽ പോയിട്ട് പിന്നെയും നമുക്ക് റീ എൻട്രി അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് 6 മാസം കൂടി ആ വിസ ഉപയോഗിച്ച് ഇവിടെ നിൽക്കാൻ പറ്റും. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളിവിടെ നിൽക്കുന്നതിന് തന്നെ അത്യാവശ്യം വീക്കിലിയാണ് ഇവിടെ റെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസ്, നമ്മുടെ റെൻറ്റും അല്ലാതെയുള്ള എക്സ്പെൻസും എല്ലാം കൂടി നമുക്ക് അത്യാവശ്യം ഒരു തുക ഇവിടെ തന്നെ ചിലവാകുന്നുണ്ട്. പിന്നെ പ്ലസ് നമ്മൾ നാട്ടിൽ പോയിട്ട് പിന്നെയും തിരിച്ചു വരണമെങ്കിൽ അതിൻ്റെ ടിക്കറ്റ് ചാർജ് എല്ലാം കൂടി ആകുമ്പോൾ അതൊരു വലിയൊരു എക്സ്പെൻസ് ആയിട്ട് വരും. സോ മിക്കവരും ഇവിടെ നിൽക്കുന്നവർ വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ബട്ട് വിസ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ നിൽക്കണമെങ്കിൽ പിന്നെയും നമ്മൾ ആദ്യമേ തൊട്ടേ വിസയുടെ പ്രോസസ്സിങ് ചെയ്ത പോലെ വിസയ്ക്ക് പിന്നെയും ഒരു 3 lakh ഷോ മണി നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ആ സമയത്ത് കാണിച്ചാൽ മതി. പക്ഷേ ആ സമയത്ത് നമ്മൾ 3 lakh പിന്നെയും ഷോ മണി കാണിച്ച് പിന്നെയും വിസ റിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ 6 മന്താണ് നമുക്ക് വിസ ഉപയോഗിച്ച് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുകയുള്ളൂ. വിസിറ്റർ വിസയാണത്. അതുപോലെ തന്നെ നമുക്കിവിടെ ക്യാപ് കോഴ്സ് കഴിഞ്ഞിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടണം. അതായത് ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് അഥവാ APC കിട്ടിയാൽ മാത്രമാണ് നമുക്കിവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലിത് നേരത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് APC ഇല്ലാതെ, അതായത് നാട്ടിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്ത് ജോലി കിട്ടുന്നവരുണ്ടായിരുന്നു. നമ്മളിപ്പോൾ തിയറി പാർട്ട് നാട്ടിൽ നിന്ന് ചെയ്തിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ജോലി ലഭിക്കുന്നവരുണ്ടായിരുന്നു. അതായത് എൻ്റെ ഒരു കസിനൊക്കെ അങ്ങനെ ജോലി കിട്ടിയിട്ടുണ്ട്. അതായത് ലാസ്റ്റ് ഈ അപ് ടു എനിക്ക് തോന്നുന്നു ഒരു ഒക്ടോബർ അതിന് മുമ്പ് വരെയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അത്യാവശ്യം നല്ല സ്ട്രഗിളാണ് ഇവിടെ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ക്യാപ്പ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് വൺസ് നമ്മൾ രജിസ്ട്രേഷന് ക്യാപ് കോഴ്സ് കഴിഞ്ഞ് നമ്മൾ APCക്ക് അപ്ലൈ ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് പോലും ജോലിക്ക് അപ്ലൈ ചെയ്താൽ ജോലി കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതല്ല. നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഓരോ ആപ്ലിക്കൻസിലും നമ്മൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനിലും അവരുടെ നമ്മുടെ റിക്വയർമെൻറ്റ്സിലും എല്ലാത്തിലും അവർ പറയുന്നുണ്ട് കറൻറ്റ് വാലിഡ് ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് അഥവാ രജിസ്ട്രേഷൻ വേണമെന്ന്. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടാതെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ജോലിക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിലും പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ APC കിട്ടാനായിട്ട് ഇപ്പോൾ 4 to 6 weeks ടൈം എടുക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ വന്ന സമയത്ത് അവർക്കൊക്കെ 10 to 15 ഡേയ്സിനുള്ളിലൊക്കെ APC കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ കോളേജിൽ നിന്ന് നമ്മുടെ ക്യാപ് കോഴ്സ് കഴിഞ്ഞ് നമ്മൾ കംപ്ലീഷൻ ഡേറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ കോളേജിൽ നിന്ന് നമ്മുടെ നഴ്സിംഗ് കൗൺസിലേക്ക് അയക്കും. അപ്പോൾ തന്നെ നമുക്ക് കോളേജിൽ നിന്ന് മെയിൽ വരുന്നുണ്ട് ഇതൊരു 4 to 6 week ടൈം എടുക്കുമെന്ന്. അപ്പോൾ ഏകദേശം നമുക്ക് നഴ്സിംഗ് കൗൺസിലിൽ മെയിൽ വന്ന് കഴിയുമ്പോൾ 6 week വരെ ടൈം APCക്ക് തന്നെ ഇപ്പോൾ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ജോലി കിട്ടാനായിട്ടുള്ള സാധ്യതകൾ ഇപ്പോൾ ഒത്തിരി കുറഞ്ഞു. അതായത് ജോബ് റിക്രൂട്ട്മെൻറ്റ്സ് ഇവിടെ ഒത്തിരി കുറഞ്ഞെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി നേരത്തെ ഓസ്ട്രേലിയയിലായിരുന്നു നല്ല സാലറി ഉള്ളതെന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ ന്യൂസിലൻഡ് ഇവിടെ ഒരു ഹൈക്ക് വരുത്തിയിട്ടുണ്ട്.
സാലറി ഇൻക്രിമെൻറ്റ് വന്നിട്ടുണ്ട്. സോ ഓസ്ട്രേലിയൻ സാലറിയും ന്യൂസിലൻഡ് സാലറിയും തമ്മിൽ വലിയ വേരിയേഷൻ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി മൈഗ്രേഷൻസ് കുറഞ്ഞെന്ന് പറയുന്നു. സോ അതൊരു കാരണമാണ്. അതുപോലെ തന്നെ നമ്മുടെ OET സ്കോറ് ഇപ്പോൾ കുറച്ചായിരുന്നല്ലോ. അതായത് നമുക്ക് ക്ലബിങ് അക്സെപ്റ്റബിൾ ആണ്. സോ ഇൻഡിവിജ്വലായിട്ട് അതായത് ഇപ്പോൾ ആദ്യത്തെ മൊഡ്യൂളിൽ നമുക്ക് 2 എണ്ണത്തിന് B കിട്ടിയെങ്കിൽ പിന്നെ നമുക്ക് കിട്ടാത്ത 2 എണ്ണം സെപ്പറേറ്റ് ആയിട്ട് എഴുതിയെടുക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ വന്നതും ഒത്തിരി ആപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടി. സോ ഒത്തിരി പേരിങ്ങോട്ട് കയറി വന്നു. അതും ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ഇവർക്ക് എംപ്ലോയീസിനെ കിട്ടി, അതായത് ആപ്ലിക്കൻസ് ഉണ്ട്. സോ അതുകൊണ്ടും ഇവിടെ ഒത്തിരി ജോലിയുടെ ഇത് കുറഞ്ഞിട്ടുണ്ട്. സോ അതുപോലെ ഇവിടെ ഇപ്പോൾ ഒത്തിരി റിക്രൂട്ട്മെൻറ്റ്സ് കുറഞ്ഞു. സോ അത് ഇവിടെ മൊത്തത്തിൽ പറയുന്ന എനിക്ക് എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അറിയത്തില്ല. കുറേ പറയുന്നത് ഇന്ത്യൻസിനെ ഇപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നത് കുറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ മദർ ടങ്, അതായത് ഡ്യൂട്ടി സമയത്ത് ഇവിടുത്തെ വെസ്റ്റേൺസ് ഉള്ള സമയത്ത് പോലും നമ്മൾ മലയാളം സംസാരിക്കുന്നത് ഒരു കാരണമാണെന്ന് പറയുന്നു. അതായത് അതൊരു കാരണമുണ്ടെന്ന് പറയുന്നു. അതിൽ എത്രത്തോളം ഇതുണ്ടെന്ന് അറിയത്തില്ല. പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത്, അതായത് ഈവൻ നമ്മൾ ക്യാബ് പ്ലേസ്മെൻറ്റിന് പോലും നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട്, നമ്മൾ അറിയുന്ന നമ്മുടെ കൂടെ ഉള്ളൊരു പ്ലേസ്മെൻറ്റിന് വേറൊരാളുണ്ടെങ്കിൽ പോലും മാക്സിമം നമ്മൾ അവരുടെ അടുത്ത് വെച്ച് നമ്മുടേതായ ഭാഷയിൽ സംസാരിക്കാതിരിക്കുക. ഓക്കെ, നമ്മൾ അത്യാവശ്യം ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കുക. അത് ഇവിടെ ഒരു അതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, റീസെൻ്റായിട്ട് എല്ലാവർക്കും അറിയാം, ഒരു ക്യാപ്പ് റീഫണ്ട് നമുക്ക് റീഇംബേഴ്സ്മെൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. അത് സ്റ്റോപ്പ് ചെയ്തു. സോ അതുപോലൊരു റീസണാണ് നമ്മുടെ ക്യാപ്പ് റീഇംബേഴ്സ്മെൻറ്റ് റീസെൻ്റ്ലി ആയിട്ട് നിർത്തിയല്ലോ. അപ്പോൾ അതിനൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ക്യാപ്പ് റീഫണ്ട് കിട്ടിയിട്ടുണ്ട്. സോ അത് കഴിഞ്ഞ് ഒത്തിരി നാൾ ഇവിടെ നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഓസ്ട്രേലിയയിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ അതും ഇവിടുത്തെ സത്യം പറഞ്ഞാൽ ഇവരുടെ ഫെസിലിറ്റിക്ക് ഇത് നഷ്ടമാണല്ലോ. അതായത് ഇവിടെ ഒരു വർഷം നിന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഫണ്ട് അവർക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് അവർ പെട്ടെന്ന് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അതും ഒരു നഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി മൈഗ്രേഷൻസ് ഇന്ത്യൻസ് പെട്ടെന്ന് അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നതും ഒരു റീസണാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ അങ്ങനെയും കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ മൊത്തത്തിൽ റിക്രൂട്ട്മെൻറ്റ്സ് ഇവിടെ നടക്കുന്നില്ലെന്നാണ് പറയുന്നത്. നമുക്ക് സൈറ്റുകളിൽ നോക്കുമ്പോൾ ഒത്തിരി ആപ്ലിക്കേഷൻസ്, ഒത്തിരി വേക്കൻസീസ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ള് റിജക്ഷൻസ് ആണ് വരുന്നത്. ഈവൻ നമുക്ക് കെയർ ഹോംസിൽ പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. കെയർ ഹോമിൽ അപ്ലൈ ചെയ്യുമ്പോൾ പോലും ഈവൻ എത്ര കെയർ ഹോംസിലും നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിലും പെർമനൻറ്റ് ഫുൾ ടൈം പോസ്റ്റിങ്സ് വളരെ കുറവാണ് കാണാൻ പറ്റുന്നത്. ഫുൾ അവരിടുന്നത് പാർട്ട് ടൈം അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ്, ജോബാണ്. അപ്പോൾ അതുപോലെ തന്നെ അവരവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഒന്നെങ്കിൽ ഓസ്ട്രേലിയൻ നമ്മുടെ റെസിഡൻറ്റ് വിസ വേണം, റെസിഡൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് വർക്ക് വിസ ഉണ്ടായിരിക്കണം. നമ്മളിവിടെ വിസിറ്റർ വിസയിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് വർക്ക് വിസ കിട്ടണമെങ്കിൽ അവർ സ്പോൺസർ ചെയ്യണം. അപ്പോൾ അവർക്കിപ്പോൾ സ്പോൺസർ ചെയ്യുന്നില്ല അവർ. സോ അവർ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വിസയുള്ളവർ. ഇപ്പം നമ്മുടെ ഒരു സ്പൗസിന് ഇവിടുത്തെ വിസ നമ്മൾ അണ്ടറിലാണെങ്കിൽ നമുക്ക് ജോലി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എളുപ്പം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് വിസിറ്റർ വിസയിൽ ഇപ്പോൾ അവർക്ക് വിസ സ്പോൺസർ ചെയ്യുന്നില്ല. സോ ഞാനിങ്ങനെ കേട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമിഗ്രേഷനിൽ നിന്ന് ടോക്കൺ, അവരുടെ വിസ ടോക്കൺ ഇപ്പോൾ കിട്ടാത്തതൊരു റീസണാണെന്ന് പറയുന്നു. സോ ഇതൊരു ഷോർട്ട് ടൈം പ്രോബ്ലമാണ്, കുറച്ച് നാളത്തേക്കുള്ളൊരു പ്രോബ്ലം ആയിരിക്കും. ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ്സ് ഇങ്ങനെ ഫ്രീസ് ആയിട്ട് ഇരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഇത് മാറാനുള്ള ചാൻസും ഉണ്ട്. സോ അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ വൺസ് APC കിട്ടിയ അന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് അഫ്ര രജിസ്ട്രേഷൻ. അഫ്ര രജിസ്ട്രേഷൻ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ പാസ്പോർട്ട് മാത്രം മതി. പിന്നെ പാസ്പോർട്ട് നോട്ടറി ചെയ്ത പാസ്പോർട്ട് ആയിരിക്കണം. അതായത് നമ്മൾ CGFNS ചെയ്യാൻ നേരത്തെ എല്ലാവരും തന്നെ പാസ്പോർട്ട് നമ്മൾ നോട്ടറി ചെയ്യാറുണ്ടല്ലേ, ആ കോപ്പി നമ്മൾ അപ്ലോഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ന്യൂസിലാൻഡിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അടുത്ത് പോയി നമുക്ക് വേറെ എക്സ്ട്രാ ഫീസ് ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല. ആ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്താൽ മതി, അഫ്ര ചെയ്യാൻ പറ്റും. സോ എല്ലാവരും APC കിട്ടുന്ന അന്ന് തന്നെ അഫ്ര രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയയും ട്രൈ ചെയ്യാൻ പറ്റും. അഫ്ര എല്ലാവരും ഇപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊരു ഓപ്ഷനാണ്. കാരണം ഇവിടെ നമുക്ക് ജോലി ഇല്ലെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയ ട്രൈ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ടൈം വേസ്റ്റ്, പിന്നെയും നമ്മൾ അപ്ലൈ ചെയ്ത് റിജക്ഷൻസ് വന്ന് നമ്മുടെ ടൈം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. സോ ആ സമയത്ത് നമുക്ക് ഓസ്ട്രേലിയയും ട്രൈ ചെയ്യാൻ പറ്റും. വൺസ് ആ
ആഫ്ര ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒത്തിരി പേർക്ക് ഓസ്ട്രേലിയയിൽ ജോലി അങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ABS കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സൈറ്റുകളെന്ന് പറയുന്നത് സീക്ക് എന്നൊരു ആപ്പുണ്ട്. സീക്ക് അല്ലെങ്കിൽ കിവി ഹെൽത്ത് അല്ലെങ്കിൽ ജോറ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. അതുപോലെ തന്നെ ഇൻഡീഡ്, അതിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ആപ്പുകളിലെല്ലാം നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ CV യും കവർ ലെറ്ററും അപ്ലോഡ് ചെയ്ത് നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു CV, ഒരു കരിക്കുലം വീറ്റോ ഉണ്ടാക്കുക. ദെൻ നമ്മളൊരു കവർ ലെറ്റർ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് നമുക്ക് നമ്മൾ ഓരോ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ, ഒരുവിധം എല്ലാം ജോബ് ഡിസ്ക്രിപ്ഷൻസിലും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇൻ്റർപേഴ്സണൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ടുണ്ടാകും. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നമ്മളൊരു നല്ല കവർ ലെറ്റർ ഉണ്ടാക്കുക, നല്ലൊരു CV ഉണ്ടാക്കുക. ഈ സൈറ്റുകളിൽ കൂടെയൊക്കെയാണ് നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് DHBയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ലിസ്റ്റ് ഓഫ് DHBs ഇൻ ന്യൂസിലാൻഡ് എന്നടിച്ചു കൊടുക്കുക ക്രോമിൽ. ദെൻ അപ്പോൾ നമുക്ക് എങ്ങനെ ലിസ്റ്റ് ഓഫ് DHBs വരും, നോർത്ത് ഐലൻഡ്, സൗത്ത്, അങ്ങനെ ഓരോ ഇത് വരുമ്പോൾ ഓരോ ലിങ്കിൽ നമുക്ക് കയറിയിട്ട് ഓരോ ബോർഡിൻ്റെയും ഓരോ സ്ഥലത്തെ ബോർഡിൻ്റെയും ഇങ്ങനെ വരും. അപ്പോൾ അതിന് നമുക്ക് ജോബ് സെർച്ച് കൊടുത്തു കഴിയുമ്പോൾ അവിടുത്തെ വേക്കൻസീസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിനനുസരിച്ചിട്ടുള്ള നമുക്ക് ഡയറക്റ്റ് അവരുടെ ഇതിൽ കയറിയിട്ട് നമുക്കങ്ങനെ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാനൊരു കെയർ ഹോമിലാണ് പ്ലേസ്മെൻറ്റ് എന്നായിരുന്നു പറഞ്ഞല്ലോ. സോ അവിടുത്തെ മാനേജർ നമുക്കിപ്പം ലാസ്റ്റ് ഒക്ടോബർ വരെ അവിടെ പ്ലേസ്മെൻറ്റ് ചെയ്യുന്ന കുട്ടികൾ അവരവിടെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അവർക്കവിടെ ആവശ്യമുണ്ടെങ്കിൽ. സോ ഇപ്പം അതിനുശേഷം പക്ഷേ ഇപ്പോൾ അവർ റിക്രൂട്ട്മെൻ്റ് ഇല്ല. അപ്പം ആ മേഡാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് എടുക്കുന്നില്ല. സോ പിന്നെ മാം ഒരു ഇത് പറഞ്ഞു തന്നായിരുന്നു, നമുക്ക് എൽഡർനെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ്, അതായത് എൽഡർനെറ്റ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ന്യൂസിലാൻഡിൽ സൈറ്റ് ഓഫ് കെയർ ഹോംസ്, ഏജ്ഡ് കെയർ ഹോംസ് വരും. അപ്പോൾ എൽഡർനെറ്റ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഓരോ കെയർ ഹോംസും ഇങ്ങനെ നമുക്ക് ലിസ്റ്റ് ഓഫ് കെയർ ഹോംസ് വരും. അതിൽ നമുക്ക് ഓരോ കെയർ ഹോംസും എടുത്ത് നോക്കുമ്പോൾ അവരുടെ ഫോൺ നമ്പർ, ഇമെയിൽ ID, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഇമെയിൽ ID എടുത്തിട്ട് അവരുടെ പേഴ്സണൽ അവിടുത്തെ ഫെസിലിറ്റിയുടെ മാനേജറിൻ്റെ അവിടുത്തെ ഫെസിലിറ്റിയുടെ മെയിൽ ID ആയിരിക്കും. അതിലേക്ക് നമുക്ക് പേഴ്സണലായിട്ട് അവർക്ക് നമ്മുടെ CV യും കവർ ലെറ്റർ അയച്ച് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിക്കാം. അതായത് ചില ഏജ്ഡ് കെയർ ഹോംസ് ഒന്നും അഡ്വർടൈസ് ചെയ്യത്തില്ല ജോലികൾ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെയും നമ്മുടെ ഭാഗ്യം എവിടെയാണെന്നൊരു അറിയത്തില്ല. അപ്പോൾ അങ്ങനെയും ജോലി കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട്. സോ പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, നമ്മുടെ ഇപ്പോൾ ഒത്തിരി എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഒത്തിരി പേര് GCCയിൽ നിന്നൊക്കെ ജോലി റിസൈൻ ചെയ്തിട്ട് ഇവിടെ ക്യാപ്പ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പണ്ടുണ്ടായിരുന്നപ്പോഴത്തുള്ളൊരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ഇവിടെ. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ജോലി റിസൈൻ വയ്ക്കാതെ നോർമൽ, പക്ഷെ ഒത്തിരി പേര് അങ്ങനെ വെക്കേഷൻ എടുത്ത് വന്ന് ക്യാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പം അങ്ങനെ വെക്കേഷൻ അല്ലെങ്കിൽ ലീവ് എടുത്ത് വന്നിട്ട് ഇപ്പം ക്യാപ്പ് പ്ലേസ്മെൻറ്റും മാറ്റി ഓസ്കി ആൻഡ് പ്ലസ് തിയറി എക്സാം നാട്ടിൽ കഴിഞ്ഞ് ഓസ്കി വന്ന് പെട്ടെന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാവുന്നതേ ഉള്ളൂ, അതിൽ ആ കാറ്റഗറിയിൽപ്പെട്ടവർക്ക്. അപ്പം അങ്ങനെയാണെങ്കിൽ ലീവ് എടുത്തിട്ട് വന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ ഒരു ജോലി നിന്നുകൊണ്ട് അടുത്ത ജോലി കിട്ടുന്നവരെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം നമ്മളിവിടെ ജോലി റിസൈൻ ചെയ്ത് വന്ന് ഇവിടെ നിന്ന് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കാനുള്ള എക്സ്പെൻസ്, റെൻറ്റ് കൊടുക്കണം. സോ നമ്മൾ ജോലി കിട്ടുന്നവരെ എന്ന് കിട്ടുമെന്ന് അറിയത്തില്ല. രജിസ്ട്രേഷൻ ഇപ്പം നമുക്ക് എല്ലാം മെയിൽ ത്രൂ ആണ്, നമ്മുടെ മെയിൽ ID നമ്മുടെ ഓൺലൈൻ വഴിയാണ് വരുന്നത്. സോ നമ്മൾ ഇവിടെ ഇല്ലെങ്കിലും പ്രശ്നം വരുന്നില്ല. അതുപോലെ തന്നെ ഇൻ്റർവ്യൂസ് ആണെങ്കിലും മിക്കതും ഓൺലൈൻ ഇൻ്റർവ്യൂസാണ്. നമുക്ക് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാം. ഓസ്ട്രേലിയക്കുള്ള ഇൻ്റർവ്യൂസ് വരുന്നതും ഓൺലൈൻ വഴിയാണ്. സോ നമുക്ക് നാട്ടിൽ നിന്ന് പ്രോസസ്സിങ് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ ഒരു ജോലി, നല്ല സാലറിയിൽ ജോലി ചെയ്യുന്നവർ, GCCയിലൊക്കെ ജോലി ചെയ്യുന്നവർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലീവ് എടുത്ത് വന്ന് ക്യാപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ഇത് ചെയ്തിട്ട് പോയിട്ട് രജിസ്ട്രേഷൻ കിട്ടിക്കഴിയുമ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ജോലിക്ക് അപ്ലൈ ചെയ്യാം. വൺസ് നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിസൈൻ വയ്ക്കാമല്ലോ. അപ്പോൾ നമുക്കൊരു ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കും. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ എക്സ്പെൻസും റെൻറ്റും എല്ലാം കൂടി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് സിറ്റുവേഷൻസ് മാറി വരുന്നുണ്ടെന്ന് പറയുന്നു. അതായത് എനിക്കറിയാവുന്ന ഒരു ചേച്ചിക്കാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ, പ്രസിഡൻ്റ് ഒരു ഇൻ്റർവ്യൂ കിട്ടിയെന്ന് പറഞ്ഞു. ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു, ഡയറക്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ കഴിഞ്ഞു, പക്ഷേ ഇതുവരെ റെസ്പോൺസ് ഒന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ എൽഡർനെറ്റ് വഴി അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് അയച്ച് അവൾക്കൊരു കോള് വന്നായിരുന്നു. അവളും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഒന്നും വന്നിട്ടില്ല. ഇൻ്റർവ്യൂ കഴിഞ്ഞായിരുന്നു. അപ്പോൾ
ബട്ട് വേറെ ജോലി കിട്ടുന്നവരും ഉണ്ട് കേട്ടോ. ഇപ്പം ചെറുതായിട്ടൊരു കിട്ടിത്തുടങ്ങി എന്നിങ്ങനെ പറയുന്നത് കേട്ടോ. എനിക്കും എത്രത്തോളം അറിയില്ല. എനിക്ക് അറിയാവുന്ന 1-2 പേർക്ക് ഇൻ്റർവ്യൂ കിട്ടിയായിരുന്നു. ബട്ട് റെസ്പോൺസ് ഇതുവരെ അവർക്കും തിരിച്ച് വന്നിട്ടില്ല. അവരും റെസ്പോൺസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എന്താണെങ്കിലും ഇതൊരു ഷോർട്ട് ടൈം പ്രോബ്ലം ആയിരിക്കും. എനിവേ ഇത് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ എൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ എന്നെപ്പോലെ തന്നെ ഒരുപാട് പിള്ളേർ ക്യാപ്പ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. എല്ലാവരും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി ജോലിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കവർ ലെറ്റേഴ്സ് മാറ്റി മാറ്റി ഉണ്ടാക്കി ഒക്കെ CV-യിലൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്തി നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ബട്ട് ചില ആപ്ലിക്കേഷൻസിന് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ള റിജക്ഷൻസാണ് വരുന്നത്. അപ്പോൾ റിജക്ഷൻസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്താണ് റീസൺ എന്ന് നമുക്കറിയത്തില്ല. എനിവേ ഇതൊരു ഷോർട്ട് ടൈം പ്രോബ്ലം ആയിരിക്കും. ഇത് പെട്ടെന്ന് മാറുമെന്ന് പ്രതീക്ഷിക്കാം. എനിവേ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും എനിക്ക് പറയാനുള്ള ഇവിടെ വരുന്നവർ APC കിട്ടുമ്പോൾ തന്നെ, ഇവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടുമ്പോൾ തന്നെ ഇവിടെയും ജോലിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ആഫ്ര ചെയ്യുക പെട്ടെന്ന്. നമുക്കിവിടെ നിന്നുകൊണ്ട് ഓസ്ട്രേലിയയുടെ ജോലിക്കും ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിവേ ഞാനൊരു ആഫ്ര എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് നമുക്ക് APC കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യാം. അപ്പോൾ ഇതാണ് കറൻറ്റ് സിറ്റുവേഷൻ ആൻഡ് ജോബ് സാധ്യതകൾ ഇവിടുത്തെ. അതായത് ജോബ് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ഇഷ്ടംപോലെ കാണുന്നുണ്ട്, എന്നാൽ പോലും റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്നില്ല. എനിവേ ഇതൊരു ഷോർട്ട് ടൈം പ്രോബ്ലം ആയിട്ട് നമുക്ക് വിശ്വസിക്കാം. പെട്ടെന്ന് തന്നെ ഇത് റിസോൾവ് ആവട്ടെ. അതുപോലെ തന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഓൾ.